ദുഃഖാർത്ഥത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ
കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരത്തക്ക വിധം എല്ലാവരും പ്രാർത്ഥിക്കുകയും അച്ചടക്കത്തോടുകൂടി ഇതിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പാട്ട് പാടുന്ന സമയത്ത് മാത്രം വന്ന് കണ്ടാൽ അത് വളരെ ഭംഗിയായിരിക്കും എന്ന് കരുതുന്നു. മറ്റ് ബൈബിൾ റീഡിങ്ങും മറ്റുള്ളവർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് കാണുവാൻ മുന്നോട്ട് വരാതെ അത് പുറകിൽ നിൽക്കുന്നവർ അതനുസരിച്ച് നിയന്ത്രിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് റവറൻഡ് ഫാദർ ജോർജ് ജോൺ, അവർ വികാർ, ഇൻട്രഡക്ഷൻ സ്പീച്ച്. ബൈബിൾ റീഡിങ് ജോഷുവ മത്തായി. Thessalonians 4, chapter 4, 13 to 18. This is the epistle of St. Paul to the Thessalonians, chapter 4, 13 through 18. But I do not want you to be ignorant, brethren, concerning those who have fallen asleep, lest you sorrow as others who have no hope. For if we believe that Jesus died and rose again, even so God will bring with him those who sleep in Jesus. For this we say to you by the word of the Lord, that we who are alive and remain until the coming of the Lord will be no means precede those who are asleep. For the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God. And the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and thus we shall always be with the Lord. Therefore, comfort one another with these words. Thank you, Joshua. Next, the introduction speech by our regard, Reverend Father George John. Okay, next one is a condolence speech by Reverend Father Filippo Zakaria, Assistant Vicar of St. Thomas Indian Orthodox Church, Hollywood. ഒന്നിനായ യോഗമണിച്ച് ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഇടവകാംഗങ്ങളെ, മരണമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. മരണത്തിൽ പ്രിയപ്പെട്ടവർക്കൊക്കെ വളരെയേറെ ദുഃഖവും പ്രയാസവും ഉളവാക്കുന്ന ഒരു കാര്യമാണ്. മരണമെന്ന് പറയുന്ന മൂന്നക്ഷരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്.
എന്നാൽ സമസ്തവും ജീവിതത്തിൽ അവസാനിച്ചു, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമാപനമാണ് മരണം എന്ന് നമ്മൾ പലപ്പോഴും ധരിക്കാറുണ്ട്. ആ ഒരു വികലമായ ചിന്തയാണ് പലപ്പോഴും മരണത്തിൻ്റെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് കറുത്ത വസ്ത്രം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രകാശത്തിൻ്റെയും ഉറവിടമായ, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശുഭ്രവസ്ത്രത്തിൻ്റെ ഒരു അനുഭവം പലപ്പോഴും നമുക്ക് മരണത്തിൻ്റെ നാളുകളിൽ ഉണ്ടാകാറില്ല. ആദിമസഭയിൽ ശുഭ്രവസ്ത്രധാരികളായിട്ടാണ് മരണത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മരണം ജീവിതത്തിൻ്റെ ഒരു അന്ത്യമായിട്ട് പലപ്പോഴും പലരും ചിന്തിക്കുകയും പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതൊരു അവസാനത്തിലേക്ക് എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെടുകയാണ്. മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിൽ നിന്നും ആരംഭിച്ച് അത് ഈ ഭൂമിയിൽ ദൈവത്തോട് കൂടിയുള്ള ഒരു ഭൗതികമായ ജീവിതം നടത്തിയതിന് ശേഷം ദൈവത്തോട് കൂടിയുള്ള പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വാതിലാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വാതിലിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ടവരാണ്. ഒരു ഭാഗ്യമായി കരുതുന്ന വ്യക്തികൾ ഉണ്ട്. മരണം ഒരു ഭാഗ്യമായിട്ട് പലപ്പോഴും നമ്മൾ കരുതാറില്ല, ഒരു നിർഭാഗ്യാവസ്ഥയായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ചില ഭവനങ്ങളിൽ മരണം കടന്നു വരുമ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഇനി എന്താ ഇവരുടെ ഗതി എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. നമ്മൾ ആരെക്കുറിച്ചും മൂക്കത്ത് വിരൽ വെക്കേണ്ട ആവശ്യമില്ല. നാം എന്തായി തീരണം, നാം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഉടയവനുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ നശ്വരമാണ് നമ്മുടെ ഈ ശരീരം എങ്കിൽ തന്നെയും ആത്മാവ് സജീവമായിട്ട് ദൈവസംസർഗത്തിലേക്ക് പോവുകയാണ്. മരണത്തെ ഒരു ഉറക്കമായിട്ട് കാണുന്ന ആളുകളൊക്കെയുണ്ട്. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുതമ്പുരാൻ്റെ കഠാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള യാത്ര ആരംഭിക്കുന്നത് ബഥാനിയിൽ നിന്നാണല്ലോ. ദൈവത്തിൻ്റെ ഭവനം എന്ന് അർത്ഥം വരുന്ന ബഥാനിയിൽ നിന്നാണ്. സുറിയാനിയിൽ നിന്ന് ബൈത്തോ ദാലോഹോ എന്ന് പറയും. അവിടെ നിന്നാണ് യേശുക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അതിനു മുമ്പായിട്ടാണ് ഈ ബഥാനിയിലേക്ക് വരുന്നതിന് ഒരുങ്ങുന്നത്. ദീനമായി കിടക്കുന്നു ലാസർ എന്ന് കേട്ടിട്ട് അവിടേക്ക് വരുവാനായിട്ട് ഒക്കാതെ പോയി കർത്താവിന്. എന്നാൽ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ലാസർ മരിച്ചു. യേശുവിൻ്റെ സന്നിധിയിൽ ലാസർ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ
ലാസർ ഉറങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. ഉറങ്ങുന്ന ലാസറിനെ ഉണർത്തുവാനായിട്ടാണ് കർത്താവ് ബഥാന്യയിലേക്ക് വരുന്നത്. മാർത്തയൊക്കെ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ നടക്കണം എന്നുള്ളതായിരുന്നു നിശ്ചയം. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ദൈവത്തിൻ്റെ അത്ഭുതമേറിയ വചനങ്ങളെ നാം പലപ്പോഴും ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് ഈ പലപ്പോഴും ദുഃഖത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും കടന്നു പോകുന്നത്. പ്രത്യാശയുടെ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുക. അതാണ് കർത്താവ് തന്നെ മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുക. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ, ഉയർപ്പിൻ്റെ വലിയ ഒരു ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പൗലോസ് പോലും പറഞ്ഞത്, എനിക്ക് ലാഭമെന്ന മരണം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും എന്നാ പറഞ്ഞത്. മരണത്തെ ഇതുപോലെ കാണുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ ദുഃഖം, ആഴമേറിയ ദുഃഖമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ഇത്രയും നാൾ നമ്മുടെ കൂടെ ജീവിച്ച്, നമുക്ക് വേണ്ടി അധ്വാനിച്ച്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ നിശ്ചയമല്ല ദൈവത്തിൻ്റെ നിശ്ചയം, നമ്മുടെ പ്ലാനല്ല ദൈവത്തിൻ്റെ പ്ലാന്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കർത്താവ് വിചാരിക്കുന്നത്. ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കണം എന്ന് കർത്താവാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത്, എത്ര നാൾ ജീവിക്കുന്നു എന്നതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന്. ഒത്തിരി വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു പ്രയോജനമില്ല എങ്കിൽ, മനുഷ്യർക്കും ദൈവത്തിനും പ്രയോജനമില്ല എങ്കിൽ, അതുകൊണ്ട് അതൊരു പാഴ്ജീവിതം എന്നേ നമുക്ക് പറയാൻ സാധിക്കൂ. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ, ചില കടമകൾ, ചില കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണം. സന്തോഷത്തോടു കൂടെ ഈ ലോകത്തോട് വിട പറയുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രിയപ്പെട്ട ഫിലിപ്പച്ചാനെ കുറിച്ച് എനിക്ക് ആദ്യം തന്നെ അറിയത്തില്ല എങ്കിൽ തന്നെ ഞാൻ കേട്ടിടത്തോളം വർഷങ്ങൾക്ക് മുമ്പ്, ഇവിടെ അധികം ആളുകൾ വരുന്നതിന് മുമ്പ് ഈ അമേരിക്കയിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ബദ്ധപ്പാടുകളും കട്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്ത് ദൈവം കൊടുത്ത 3 മക്കളെയും വളർത്തി, അവർക്ക് വേണ്ടുന്ന പാത വെട്ടിത്തുറന്നു കൊടുത്ത്, തക്കതായ തുണിയെ കണ്ടെത്തുവാനും ഒക്കെ കുടുംബജീവിതത്തിലേക്ക് നടത്തുവാനും ഒക്കെ ആ പിതാവിന് സാധിച്ചു എന്ന് പറയുമ്പോൾ, ആ പിതാവിനെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മരുമക്കളെ, കുഞ്ഞുങ്ങളെ, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. യോബിനെ പോലെ പറയുവാൻ നമുക്ക് സാധിക്കണം, എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം, ആശിക്കാം. ദൈവമാണ് ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കാം, അല്ലേ? ഇത്രയും പ്രായം, ഇത്രയും ആയുസ് ഈ പ്രിയപ്പെട്ട അച്ഛന് കൊടുത്തല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാം.
ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇതുപോലെ ഒരു പെട്ടിക്കുള്ളിലായി ഈ ലോകത്തോട് വിട പറയുമ്പോൾ നാം നേടിയതും ഓടിയതും ഒക്കെ വൃഥാവിലാണ് എന്ന് നാം ഓർത്തിരിക്കണം. നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്നതൊക്കെ കർത്താവ് ചോദിക്കുന്നു, ഇതൊക്കെ ആർക്കാകും? നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രിയിൽ ചോദിച്ചാൽ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അർത്ഥപൂർണമായ ജീവിതം നടത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാരും ദൂതന്മാരും അവിടെ നമ്മെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുകയാണ്. വിശുദ്ധന്മാരുടെ വലിയ സംഘമാണ് അവിടെ നമ്മെ സ്വീകരിക്കുവാൻ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുക. അവിടെ ദുഃഖമില്ല. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ അവിടെ കഷ്ടമില്ല, സങ്കടമില്ല, പട്ടിണിയില്ല, രോഗമില്ല, മരണമില്ല. ആ സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ വസതിയിലേക്ക്, ആ അവസ്ഥയിലേക്ക് നാം ഈ ലോകത്തിൽ നിന്ന് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, മരണം നമ്മെ ഒത്തിരി വേദനിപ്പിക്കുന്നതാണ് എങ്കിൽ തന്നെയും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഈ വന്ന ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ ആർക്കും സാധ്യമല്ല. ലോകം തരാത്തതായ സമാധാനം തരുവാൻ കഴിവുള്ള ദൈവത്തിന് മാത്രമേ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് വേദനയെയും നീക്കിക്കളയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട പിതാവിനെ സന്തോഷത്തോടുകൂടെ യാത്ര അയക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രകാശത്തിൻ്റെ ഭവനത്തിലേക്കാണ് ഈ പിതാവിനെ അയക്കുന്നത്. അവിടെയാണ് നമ്മളും ഓരോരുത്തരും ചെന്നെത്തേണ്ടുന്ന സ്ഥലം. അതാണ് നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 അവസ്ഥകളെക്കുറിച്ച് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കയില്ല എന്ന് പറയുന്നു. അതുപോലെ എൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവൻ ഒരു നാൾ മരിക്കയില്ല. എൻ്റെ വചനം അനുസരിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഈ 3 അവസ്ഥ മരണമില്ലായ്മയെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ സഭയിലെ ഒരു അംഗമായ, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള, വിശുദ്ധ മാമോദീസയുടെ ക്രൂശമായാൽ വിശുദ്ധ മൂറോനാൽ മുദ്രയിടപ്പെട്ടവനായ ഈ പ്രിയപ്പെട്ട ദാസൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി തരുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലിരിക്കുന്ന എല്ലാവർക്കും ദൈവം സ്വർഗത്തിൽ നിന്ന് സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്വാസവാക്കുകൾക്ക് വളരെയധികം നന്ദി അച്ഛാ. അടുത്തതായിട്ട് സോങ് ബൈ ചർച്ച് കൊയർ ഈ സമയത്ത് ആൾക്കാർക്ക് വന്ന് കാണാവുന്നതാണ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൻ നാൾ പാർത്താലേ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും
കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്താലേ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധരിപ്പാനുയർത്തുക ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്താലേ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പേർക്കുരാ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ പാർത്തലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ലോകേ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗേ വിരുദിനായി ലോകേ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി ഹരനീ ശൂര
ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാം എൻ്റെ പ്രിയന്റെ മുൻപിൽ ലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാം എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാം എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാം എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ, നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ, വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാം എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാം എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. Next Bible reading, Ashley Augusti. A reading from the Epistle of St. Paul to the Corinthians, chapter 15, verses 20 through 28.
But now Christ is risen from the dead and has become the first fruits of those who have fallen asleep. For since by man came death, by man who also came the resurrection of the dead. For as in Adam all die, even so in Christ all shall be made alive. But each one in his own order, Christ the firstfruits, afterward those who are Christ at his coming. Then comes the end, when he delivers the kingdom to God the Father, when he puts an end to all rule and all authority and power. For he must reign till he has put all enemies under his feet. The last enemy that will be destroyed is death, for he has to put all things under his feet. But when he says all things are put under him, it is evident that he who put all things under him is expected. Now when all things are made subject to him, when the Son himself will also be subject to him who put all things under him, that God may be all in all. Thanks be to God. Thank you, Ashley. Next, a condolence speech, Mohan George, cousin of Kunjumon from Canada. Respected clergy, on behalf of the grieving families, I would like to begin by thanking everyone that is here today and for those who have sent their condolences. We have received countless phone calls, emails, text messages, along with thoughts and prayers. They have been both comforting during this difficult period and have been a reminder of the impact Kunjumon had on so many. Philip M. Philip Kunjumon was born on 14th September 1945, the eldest son of my Marvin, my uncle, and my only aunt, Amani Amama. Death is inevitable, but we have gathered here to celebrate a life well lived. Kunjumon has been the light of so many of our lives. Words cannot express the grief we feel at our loss of Kunjumon. We could always count on him whenever the family or friends required. In this regard, I would be remiss if I did not make special mention of the dear family members, starting from Kunjumon's siblings, Susie, Aji, and Jia. Your children, Sona, Diana, and Leslie. And of course, each and everyone made you proud in more than one to celebrate your life in this own deeds to change the world. Whenever I remember Kunjumon, the first thing that comes to mind is the twinkle in his eyes, his mischievous smile, and his fine mind, his tender love for all of us, combined to work magic when we are with you. If Kunjumon's parting has left a void, then let's fill it with remembered joy. We wish you a happy journey into the heavens. May his soul rest in peace. Thank you. Thank you, Achayan. അടുത്ത condolence speech, Dr. Paul Koturan, best friend of Kunjumon Achayan. അടുത്ത condolence speech, Babu Kalluduki, President, Kerala Samajam of South Florida, is here.
dear friends and family of Philip, I'm a friend of his for the last 47 years. At that time, we had maybe less than 5 Malayali students in the universities. The two of them I'm referring to was Florida College in Hollywood, Florida, and the one I attended was in Opelika here, a flight school. In my class at that time, one student came by and said, there are 2 or 3 Indian kids in their university, and I will bring the contact information to you. The next time I saw him, he greeted me, "Endokke sugano?" So then I was surprised. Then I knew the kids that he was referring to were from Kerala. So immediately I got the phone number from him, for Philip. And at that time, the phone numbers had only 6 or 7 digits, unlike 10 now. And I ran up to the phone booth and dialed the number. And the next weekend, I traveled from Opelika here to Hollywood and met with them. And it was Philip, Roy was there, and one other gentleman, Thomas, was there, 3 of them. The immediate thing to do was to go to the nearest Dunkin' Donuts or Kentucky Fried Chicken. And we all went there and had a cup of coffee or a beer at that time. And then since then, we've been meeting with Philip as often as we can. At that time, being students with a tight budget and with the transportation and the double time work that we all have to do, it was not possible to meet frequently enough. But we met frequently, and every time what I remember was that the jovial way that he explained things, even though the times were rough and the challenges were there, he had a friendly, jovial approach to problems, and that I still cherish and I remember. And the rest is history. And the very last time I saw was in Jaya's house, and at that time also, he was friendly, jovial, and joking all the time. It was good. Good memories for me. Now I want to join the family in your sorrow and in your prayers according to your faith. Thank you all. താങ്ക് യു ഡോക്ടർ. വീണ്ടും പാട്ട് പാടുന്ന സമയത്ത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഒരു കണ്ടലൻസ് സ്പീച്ച് കൂടി മിസ്റ്റർ ബാബു തോമസ്, റെപ്രസെൻറ്റിംഗ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഇന്ത്യ, സൗത്ത് ഫ്ലോറിഡ. My name is Babu Thomas, and I'm a member of St. Gregorius Orthodox Church, where Mr. Philip was also a member. Philip was a resident of Florida from the 70s, but I only met him in 1980 when we moved down from New York.
remember Philip had a very pleasing personality. He always had a smile on his face, and he spoke his mind with a smile. Philip had a good job, and he settled. He was well settled, and everything was going for him. But his mind was fixed on moving back to Kerala. He believed that he could bring his 3 daughters better in Kerala than here, because he wanted to bring them up in the traditional way. He loved his daughters, Sona, Diane and Leslie. He was very proud of them. Philip and family finally made that move back to Kerala, and he built a huge house at Trivandrum, and got settled there. But several years later, he came back here again, and I asked him, why did he change his mind? And he said he didn't change his mind at all. He always wanted to live in Kerala. The last time I saw him at church, he told me that he plans to go back and live there for the rest of his life. We all make plans. We all make plans for our future. But God always have a plan for us. We just don't know what that plan is until God executes his plan. We all know we will leave this world one day, but we don't know when that day is until that day arrives. On behalf of St. Gregorios Orthodox Church, and also on my personal behalf, I convey my condolences, my deep condolences to the family of Mr. Philip and Philip. Thank you. സോങ് ബൈ ക്വയർ ഈ സമയത്ത് ഇനി കാണുവാനുള്ളവർക്ക് ഒന്ന് കാണാവുന്നതാണ്. സമയമാമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു.
എൻ സ്വദേശം കാൺമതീനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതീനായി ബദ്ധപ്പെട്ടോടിടുന്നു. ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ അടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ. അല്പമാപ്പം വിശപ്പിനും സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. അല്പമാപ്പം വിശപ്പിനും സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോർവാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായി. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായി.
കേൾപ്പാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ളാവകാശത്തിൽ പങ്കുതന്ന ദൈവത്തിനും സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കുതന്ന ദൈവത്തിനും സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. Next Bible reading, Binu Varghese, nephew of Kunjumon. A reading of Revelations chapter 7, verses 9 to 17. After this I looked, and behold, a great multitude that no one could number, from every nation, from all tribes and peoples and languages, standing before the throne and before the Lamb, clothed in white robes, with palm branches in their hands, and crying out with a loud voice, "Salvation belongs to our God who sits on the throne and to the Lamb." And all the angels were standing around the throne and around the elders and the 4 living creatures, and they fell on their faces before the throne and worshipped God, saying, "Amen. Blessing and glory and wisdom and thanksgiving and honor and power and might be to our God forever and ever. Amen." Then one of the elders addressed, saying, "Who are these clothed in white robes, and from where have they come?" I say to him, "Sir, you know." And he said to me, "These are the ones coming out of the great tribulation. They have washed their robes and made them white in the blood of the Lamb. Therefore, they are before the throne of God and serve him day and night in his temple. And he who sits on the throne will shelter them with his presence. They shall hunger no more, neither thirst any more. The sun shall not strike them, nor any scorching heat. For the Lamb in the midst of the throne will be their shepherd, and he will guide them to the spring of living water. And God will wipe away every tear from their eyes." Thank you, Mr. Binu. Next, condolence speech by Babu Kalludikil, President Kerala Samajam of South Florida. ബഹുമാനപ്പെട്ട വൈദികരെ, ദുഃഖിതരായ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നല്ല ഓട്ടം പൂർത്തിയാക്കി നിത്യസമ്മാനം നേടുവാനായി തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്ന കുഞ്ഞുമാൻ ചേട്ടന് ആദ്യമായി തന്നെ കേരള സമാജത്തിൻ്റെ പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെ ഒരു വലിയ സുഹൃത്ത് വലയത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ആദ്യകാലങ്ങളിൽ ഇവിടെ എത്തി
എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങളിലും നിറഞ്ഞു നിന്ന് കേരള സമാജം സ്ഥാപിക്കുവാനും അതിൻ്റെ ഒരു സ്ഥാപക പ്രവർത്തകനും നേതാവുമെല്ലാമായിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ വിഷമഘട്ടത്തെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവം പ്രദാനം ചെയ്യട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Thank you very much. Next condolence speech, Roji George, family friend. Before I begin, I just want to explain. You won't hear me refer to Uncle as Kunjumon Uncle or Philip Uncle. He was always Dodi Uncle to us. We got the name because he used to always call my brother Eda Dodi, and the name stuck for him. He lived his life for his wife and his daughters. Everything he did was for them. He was blessed to be able to see his grandchildren, and his love overflowed for them. Every time I visit Florida, he shows me pictures all day long. He just shows all the kids growing, and that would be almost like a 15-20 minute ordeal. He just keep telling more and more stories about everything they're doing. Excuse me, I'm so sorry. My dad and Dodi Uncle were close friends. Their relationship was brothers. From my earliest memories of my childhood, I can remember him being in our house. Like many of the pictures you see there, most of the time without a shirt on. That's just how he was comfortable. He was just like a second dad to us. You know, we would try to stay up and watch TV, and then there would be a phone call. He just put the girls to bed, and he was on the way over to our house. And me and my brother would run to our room as fast as we could. He was always just right there for everything. There's just so many, as a parent myself now, there's so many things we can't teach our kids because we don't have all those attributes. I was very lucky because for everything my dad may not have known, Uncle knew how to do it. He taught me how to tie my first tie. He helped me go get my first tailored suit. Every time me and my dad would get into a fight, he'd be right there to kind of supervise the fight like a referee. Sometimes with a smile on his face, because he'd always just say, "You guys fight because you're so much alike." Sometimes he would tell my dad to stop, sometimes he would tell me to stop. And no matter what, we stopped because he got the respect of the older brother of the house. I didn't always do things that were pleasing to my parents, but he would always be the one to give me that little comment on the side. You know, if any of you really just remember him, he'd always bite his tongue and he'd give you a little slick smile. It wasn't that he agreed with you, but he wasn't going to say nothing about it either. He was just going to let you know he was there. He always made an emphasis about looking good, always dressed properly, and he always made sure we did too. If I ever put a shirt and a pants on and the shirt wasn't ironed, he would jump on me in a heartbeat. I was blessed to be able to know Uncle in my life. He was be able to see me get married. He saw my children.
And he loved them the same way he loves his own grandchildren. Although we mourn death today, I ask that we also celebrate life through his memories. One day I will teach my son to tie a tie. I'll get my son his first suit. And on that day, I'll remember Uncle. I'll remember that he did that for me. We'll always remember his smile, his loving spirit, and his willingness to do anything for anybody. To say we miss him would be an understatement. But I rejoice in knowing that we will see him one day soon. Thank you. Thank you, Mr. Roji. Next condolence speech, Dr. Maman C. Jacob, Fokana Trustee Board Chairman and also friend of Kunjumon. Respected Achins, grieving families, dear friends, ഫ്ലോറിഡയിലേക്ക് ഞങ്ങൾ കുടിയേറി പാർക്കുമ്പോൾ ഇവിടെ വളരെ ഹാൻഡ്ഫുൾ ഓഫ് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാളായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുമോൻ. അന്ന് ചന്തു നായർ, ജയൻ നായർ, കോശിയങ്കള്, കുഞ്ഞ്, വർഗീസ് ജേക്കബ്, കാരക്കുന്ന്, ബീച്ചിലെ അപ്പച്ചൻ, ഷമൂൽ സാറ്, റോയി, ഇവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ. അത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഗെറ്റുഗദർ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കൂടുന്നത്. സഭാവ്യത്യാസമന്യേ ഒന്നിച്ച് കൂടുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് വളരെ നാളുകൾ കുഞ്ഞുമോനുമായി വളരെയേറെ അടുത്ത ബന്ധം പുലർത്തുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞുമോൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് പല സമയത്ത് ഞാൻ അതിഥിയായിട്ട് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ജയയുമായി അടുത്ത ബന്ധമുണ്ട്. കുഞ്ഞുങ്ങൾ 3 പേരും എന്നെ വളരെയേറെ സ്നേഹിക്കുന്നവരും എവിടെയെങ്കിലും ഒരു ഷോപ്പിംഗ് ഏരിയ വെച്ച് കണ്ടാൽ ഓടി വന്ന് പരിചയപ്പെടുകയും സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായ കുഞ്ഞുങ്ങൾ. കുഞ്ഞുമോനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആരോടും കുഞ്ഞുമോൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ സൗമ്യനായ, സ്നേഹനിധിയായ, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല. Because he belongs to a very reputable family and he behaved like a person who was very noble. വളരെ ശാന്തനായ മനുഷ്യനാണ്. രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയും. അതായത് ഒരിക്കൽ ഒരു ഷിപ്പിൽ യാത്ര ചെയ്ത് ഒരു വല്യമ്മച്ചി പോകുമ്പോൾ ഒരു ഷിപ്പ്റെക്ക് ഉണ്ടായി. വല്യമ്മച്ചി ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു, ഈ കപ്പൽ താഴാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്കെന്താ ഒരു ഭീതിയില്ലാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, കപ്പലിൽ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാനിപ്പോൾ പോകുന്ന ഉദ്ദിഷ്ട സ്ഥാനത്തെത്തി എൻ്റെ ഇളയ മകളുടെ അടുക്കൽ ഞാൻ ചെല്ലും. അതല്ല, കപ്പൽ താഴ്ന്നു പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ലോകത്തോട് യാത്ര പറഞ്ഞ എൻ്റെ മൂത്ത മകളുടെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. ഇതുതന്നെയാണ് കുഞ്ഞുമോൻ്റെയും മറുപടി. ഈ രോഗക്കിടക്കയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ വിട്ടാൽ എൻ്റെ മക്കളുടെ അടുക്കൽ ഞാൻ താമസിക്കും. അതല്ല, ദൈവം വിളിക്കുകയാണെങ്കിൽ ഞാൻ ലില്ലിയുടെ അടുക്കിലേക്ക് പോകും. അത്രമാത്രം ശുഭാപ്തി വിശ്വാസവും ശാന്തതയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുവാനുണ്ടായിരുന്നു.
നല്ല ഓർമ്മകൾ മാത്രം വെച്ചേച്ച് പോകുന്ന ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ കുഞ്ഞുമോനോട് ഞങ്ങൾ ദുഃഖത്തോടെയെങ്കിലും പ്രത്യാശയോടെ നിങ്ങളെ യാത്രയയക്കുന്നു. നാളത്തെ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ. ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തുവാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സർവശക്തനായ ദൈവം ശക്തീകരിക്കണമേ. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോടും സഹോദരങ്ങളോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉള്ള ദുഃഖവും അതോടൊപ്പം തന്നെ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്കയുടെ ദുഃഖവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു ബോബി അങ്കിൾ, പഴയകാല ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കിട്ടതിന്. അടുത്ത ഒരു കണ്ടോളൻസ് സ്പീച്ചിന് ശേഷം വീണ്ടും ഗായക സംഘം പാടുന്നതായിരിക്കും. അപ്പോൾ കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അടുത്ത കണ്ടോളൻസ് സ്പീച്ച് എലിസബത്ത് ജോർജ്, റെപ്രസെൻറ്റിംഗ് ദ മാനേജിംഗ് കമ്മിറ്റി, അവർ ചർച്ച് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഇന്ത്യ, സൗത്ത് ഫ്ലോറിഡ. Respected Achan, dear family and friends, the loss of a family member is always very hard, especially when we all live like one family. And Philip Uncle's family has always been part of our church family. Today, we share the sadness and loss of our very own family member, Philip Uncle. And from the little I know him personally, I know he was a man of very strong principles, especially the way he brought up his children. Today, we can honor his memory by continuing in his footsteps. And as the treasurer of St. Gregorio's Orthodox Church of India, South Florida, I express our grief and share the loss with his family. On behalf of all the members of our church, our vicar, Reverend Father George John, and the managing committee, we join together with Philip Uncle's family in praying for his soul. Thank you very much, Elizabeth. അടുത്തത് ചർച്ച് കൊയർ. ഈ സമയത്ത് ഇനി കാണുവാനുള്ളവർക്ക് വന്ന് കാണുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിച്ചെന്നാലുമേ എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെപ്പോൽ രാകാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങുകേ
എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാ ദൂതർ വിളിക്കുന്ന നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്തലീണയെ ബേധേലാക്കും എൻ തുമ്പത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിൻ ക്രൂശു ഞാൻ വഹിച്ചെന്നാലുമേ ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാ ദൂതർ വിളിക്കുന്നു നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ.
തലയിണയെ ബേത്തേലാക്കും എൻ തുമ്പത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. Bible reading, Zach Jacob, nephew of Kunjumon. Sorry, it's going to be Stephen. This is the Epistle of St. James, chapter 4, verses 13 to 15. Come now, you who say, today or tomorrow we will go to such and such a city, spend a year there, buy and sell, and make a profit, whereas you do not know what will happen tomorrow. For what is your life? It is even a vapor that appears for a little time and then vanishes away. Instead, you ought to say, if the Lord wills, we shall live and do this or that. But now you boast in your arrogance. All such boasting is evil. Therefore, to him who knows to do good and does not do it. Thank you. One more song. യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും ഭക്തരിൽ ഭാഗ്യതലമേ പരിമള സ്ഥലം നീയേ ഭക്തരിൽ ഭാഗ്യതലമേ പരിമള സ്ഥലം നീയേ ദുഃഖം വിചാരം പ്രയത്നം നിങ്ങളങ്ങില്ലേ ദുഃഖം വിചാരം പ്രയത്നം നിങ്ങളങ്ങില്ലേ യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും
രാവുമന്ദകാരം വെയിൽ ശീതവുമങ്ങില്ലേ രാവുമന്ദകാരവുമേ ശീതവുമങ്ങില്ലേ ദീപതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ ദീപതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും രത്നങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ രത്നങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ 12 നിൻ വാതിൽകളും മിന്നും മുത്തല്ലോ 12 നിൻ വാതിൽകളും മിന്നും മുത്തല്ലോ യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും യെരൂശലേമിൻ ഇമ്പവീടേ എന്നു ഞാൻ വന്നു ചേരും യെരൂശലേമിൻ ഇമ്പവീടേ എന്നു ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ശ്രേഷ്ഠ നടക്കാവുകളും തോട്ടങ്ങളുമെല്ലാം ശ്രേഷ്ഠ നടക്കാവുകളും തോട്ടങ്ങളുമെല്ലാം കാട്ടുവാനിടയില്ലാതെ കാട്ടുമരങ്ങൾ കാട്ടുവാനിടയില്ലാതെ കാട്ടുമരങ്ങൾ അടുത്ത കണ്ടലൻസ് സ്പീച്ച് റവറൻ ഷിബി എബ്രഹാം, വികാർ ഓഫ് മർത്തോമ ചർച്ച് ഓഫ് സൗത്ത് ഫ്ലോറിഡ.
Daniel chapter 12, verse 13. Daniel chapter 12, verse 13. But you, go your way and rest. You shall rise for your reward at the end of days. The last verse of the book of Daniel is a word of encouragement to the people. Daniel, as we all know, was a person who left his home, had to go to a different country, and spent most of his life in another country. There the Lord blessed him, and there he always stayed faithful to God. But even though he was faithful to God, he encountered many problems and difficulties in his life. But despite all the problems and difficulties, Daniel stayed faithful. We know that Daniel would rather go to the lion's den than not pray to God. We know that no matter what the situation, Daniel held on to his faith. Daniel also had questions about what was to come. Daniel saw what was going on around him, and he had questions, he had doubts. And the Lord spoke to him. And this book ends this way. Daniel's told to go his way. Daniel knows that he will rest. It doesn't say he will die, but he says he will rest. And then it goes on to say you will rise for your reward at the end of the days. Even in the book of Daniel, we see that death is not an end, but transformation, sort of a time of rest. And we see that Daniel is promised that he will rise for his reward for being faithful to God. Philip Ungle was a member of this community for a long period of time. So many people here, even in our church, know of Ungle and have a close relationship with Ungle. And I believe these same words that were spoken to Daniel were spoken to Ungle as well. He will rise for his reward at the end of the days. Death is not the end. For a Christian, for a person who's faithful to God, death is not the end. The Word of God promises us that we will be rewarded for our faith. The Word of God promises us that even though we may have doubts or questions, we should stay faithful to God, and God will reward us. We praise God for Philip Ungle's life. We thank the Lord for his faith. We thank the Lord that so many people are blessed to know Ungle. And we know that he will receive his reward from God. People loved him. People respected him. And he helped and loved other people. He was a faithful Christian whom God will reward. We pray on behalf of the Martha Church of South Florida. Our hope and prayer is that the family will be strengthened by the Word of God, by the Holy Spirit, that God will grant them and every one of us the peace of God which passeth all understanding, that enables us to go forward, that enables us to believe that we will see Uncle again. All faithful people will be united in heaven and be rewarded by God. May the grace of God be with us all. Thank you very much, Achan. Any tribute Serena, Sarah, and Stephen Joseph, nephew and niece of Kunjumon. Respected Achans, uncles, aunties, our dear relatives, and friends, we first want to thank you all for coming to celebrate the life of our uncle. Seeing all of your support truly warms our hearts. We personally knew Kunjumon uncle not as just the brother of our mother, but much more than that.
The first thing that we ever heard about Kunjumon uncle is how he took our mother when she first came to the United States. He not only paved the way with his own journey, he helped her navigate the system, enrolled her in her master's program. In fact, he was probably more like a father than a brother because of their 17-year age difference. She always had to report to him when she would leave the house, get to school, get to work, and leave work. Needless to say, without him and Lily Auntie, we wouldn't have the lives we have now. Watching my mom and uncle interact is like watching two peas in a pod, but except they were always bickering. Neither one of them would admit it, but they were the same in so many different ways. They both were go-getters. They both had the same kind of stubborn attitude, but also the same in their hearts. His desire to help the community came from his father, and no doubt he passed that quality on to my mom. For much of our childhoods, no day was complete without seeing Uncle. He was the person who picked us up from school when no one else could. He was the person who would take us on spontaneous trips to the buffet. He was the person who would offer to teach us how to drive when our mom was too scared. And we can't forget his stylish haircuts that he would attempt to give us, especially for Sarah, his favorite niece. He was with us for every celebration and setback in our lives, from the graduations and birthdays to our worst days. He has always seemed happiest when all his kids were together, and always made a point to remind us that though through thick and thin, all we have is each other, no matter what, because blood is thicker than water. We are also grateful to him for blessing us with his 3 incredible daughters. I think he was most proud of his kids. He and Lily Auntie raised 3 strong, intelligent women, and I know you 3 were his world. Each of them have been role models and confidants for all 3 of us, and have been there for every worry and fear we have had. From changing our diapers to mediating fights with our parents to picking prom dresses, their mark on our lives have been monumental, and they allowed us to grow into the people we are today. Finally, Uncle was always there to inspire us. He constantly reminded us to excel in our education and tried to convince us to get our PhDs and MDs. But our accomplishments in whatever we chose were celebrated like they were his own. And he always wanted us to know how proud he was of us, and that he just wanted us to be the best that we could be. For these things, we will always be grateful. We hope that Kunjumon Uncle, along with Lily Auntie, will always be watching over us as we continue this journey. We would like to end our speech with a verse from the Bible. John 4:27. Peace I leave with you, my peace I give unto you. Not as the world giveth, give I unto you. Let not your heart be troubled, neither let it be afraid. Thank you. Before the next tribute, we have one more condolence speech by Reverend Father Yeldo Elias. As he is a new vicar of St. Thomas Malankara Orthodox Church of India, South Florida. അച്ഛനവിടെ ഹ്യൂഷനിലെ അരമനയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഹ്യൂഷനിൽ നിന്ന് സമയത്ത് വരാമെന്നാണ് കരുതിയിരുന്നതെന്ന് പ്ലെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോഴാണ് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. അതുകൊണ്ട് അച്ഛൻ വിൽ സേ ഫ്യൂ വേർഡ്സ് കണ്ടോളൻസ് സ്പീച്ച്. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഫിലിപ്പങ്കിളിൻ്റെ മരണം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സെൻറ്റ് തോമസ് ഇടവകയിൽ നിന്ന് മിനിങ്ങാന്ന് ഞാൻ അറിഞ്ഞതാണ്. അതിനുശേഷം അച്ഛനും എന്നെ വിളിച്ചു.
ഈ പ്രദേശത്തെ ഫ്ലോറിഡയിലെ മലയാളികളിലെ ആദ്യത്തെ ഒരാളെന്ന നിലയിൽ, അതുകൂടാതെ അദ്ദേഹം സെൻറ്റ് തോമസ് പോംപനോ ബീച്ച് ഇടവകയിലെ മുൻ അംഗമെന്ന നിലയിലൊക്കെ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ ഇടവകയുടെയും, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയുടെയും എൻ്റെയും അനുശോചനം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സ്നേഹിതരെയും ഇടവകങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. മരണം വ്യത്യസ്ത മതങ്ങളും പല വിശ്വാസങ്ങളും അതിനെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടാണ് പലരെയും മരണം സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ആ വികാരങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എന്നാൽ ക്രിസ്തീയമായി സത്യവിശ്വാസം പിൻപറ്റുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ സത്യവിശ്വാസികളായ വിശ്വാസികൾ മരണത്തെ എങ്ങനെയാണ്, അല്ലെങ്കിൽ മരണമെന്ന പദത്തെ, അതാണ് പൗലോസ്ലീഹ പറയുന്നത്, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ക്രിസ്തു മരണത്തിന് ഉപയോഗിച്ച വാക്ക് നിദ്ര എന്ന വാക്കാണ്. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. ഈയൊരു ബോധ്യത്തിൽ വേണം മരണത്തെ നമ്മൾ ഉൾക്കൊള്ളുവാൻ. കാരണം ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളൊരു രീതി നമുക്കുണ്ട്. നമ്മുടെ ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ ആ വിശ്വാസി ക്രിസ്തുവിനോട് ചേരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ആദരവ് ഒരു മൃതദേഹത്തിന് നൽകുന്നത്. നമ്മൾ പറയും ബോഡി സംസ്കരിക്കുകയാണ്. സംസ്കരിക്കുക എന്ന വാക്കിനെ ഒന്ന് പഠിച്ചാൽ അത് ശുദ്ധീകരിച്ച് സൂക്ഷിച്ച് വെക്കുകയാണ്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ആദരവും പ്രാർത്ഥനകളും പ്രാധാന്യവും ഒരു കർത്താവിൽ നിദ്ര പ്രാപിച്ച ഒരു ശരീരത്തിന് നൽകുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഉൾക്കൊണ്ട് വിശുദ്ധമായ ശരീരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ധൂപമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മളുടെ അവസാനം വരെ എല്ലാ കാലത്തും അവർക്ക് വേണ്ടി അവരെ ഓർക്കുന്നതും നമ്മളുടെ ആരാധനകളും പ്രാർത്ഥനകളിലും ഓർക്കുന്നതും അവരുടെ മധ്യസ്ഥത തേടുന്നതുമൊക്കെ. അപ്പോൾ മരണം നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ്. അത് ക്രിസ്തുവിലുള്ള ഒരു സുരക്ഷിതത്വ ബോധമാണ്. ആ ഒരു ബോധം ബോധപൂർവം വളർത്തിയെടുക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മലങ്കര ഓർത്തഡോക്സ്, സെൻറ്റ് തോമസ് മലങ്കര ഓർത്തഡോക്സ് ഇടവക പോംപനോ ബീച്ചിൻ്റെയും എൻ്റെയും എല്ലാ അനുശോചനങ്ങളും ദുഃഖങ്ങളും ഈ കുടുംബത്തെയും ഇടവകയെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ബഹുമാനപ്പെട്ട അച്ഛൻ. അടുത്ത ട്രിബ്യൂട്ട് കുഞ്ഞുമോൻ ചൈൽഡ്സ് ചിൽഡ്രൻ, സോണിയ, ഡയാൻ ആൻഡ് ലെസ്ലി. Respected Achins, family, and friends. My dad would be so happy to see how many people came to show their respect to him today. My dad went above and beyond to those he loved, and he was a friend to everyone he met. I want to share a few words about my dad and what he meant to me. People always joke with him, oh, you love Sorna a little bit more than the rest of them. And then he'd smile, I'd smile, and we said, no, he loves everyone the same, but we know he really was loving me the most. He
loved me the most only because he could yell at me, he could be nice to me, and I would cry, but I would do whatever he wanted because I didn't want to make him upset. He was with me in Atlanta for the last 6 months, and he'd always joke and say, oh, "Enki ivudunnu poya madi." And I'm like, where are you going to go? I'm like, you got to go to Leslie and Diane. You're not going anywhere from here. But at the end, he went from me. He always emphasized the importance of family and showing compassion to those around us. He was a living example of what he preached. He would, when we were living in India, people would say, oh, Kunjumon de Pelar ke ellare ariyam. What they don't know is he used to quiz us in the morning. How many sisters does Ammachi have? How many brothers does Appachan have? What are their children's names? So that's why we could show off in front of everyone, because he quizzed us. My dad was always the link between family and among friends. We used to joke he knows his third and fourth cousins because that was very important to him. If there was ever any bickering or any issues between people, he would say, porte, ashane, porte. And he'd want us to move on because he didn't like anyone being upset with each other. I've gotten many calls and heard many stories about my dad in the last few days, some of which I've never heard. My dad impacted many people's lives in more ways than I knew. He would go out of his way to lend a helping hand to anyone that asked or needed, and it didn't matter if you were a friend or a friend of a friend. 1 Peter chapter 1 verse 8 says, though you have not seen him, you love him. And even though you do not see him now, you believe in him and are filled with an inexpressible and glorious joy. We may not understand why things happen the way they do, but I rely on my faith, which tells me God knows, so I don't need to understand it all. I believe and have faith that my dad is at peace. So I'm going to start with something that my son wanted me to share about his grandfather, who he calls Pa. So he says, Pa was a good friend to me. So when Joshua was little and we used to visit, he used to wake up in the morning and he wouldn't wake me up because he wanted to go to Pa first because Pa would always have something special waiting for him. So he'd come to the top of the stairs, but he wouldn't walk down because he was scared to walk down. So my dad would see him, and my dad would go up the stairs and my dad would carry him down. And then he would always ask him the same question. Do you want regular milk or do you want Banjara milk? Because Josh knew that his mom would never give him Banjara milk. So he would always want to get up and come down to get his Banjara milk from Pa. He said Pa got him his first Mercedes, and that started his love for cars. He said Pa and him took several secret trips to McDonald's for ice cream and milkshakes. He said Pa was a little bit strict at times, but Josh sees that it's paying off now. He says that he loves his Pa, and he says, though the journey hasn't been long, he will always cherish the loving memories he has made with him. First Corinthians chapter 2, verse 9 says, but as it is written, what no eye has seen, nor ear heard, nor the heart of man imagined, what God has prepared for those who love him. As a kid, my dad would always joke to his sisters, who were very well known to be actively involved in church, that he would say in Malayalam, "Njan tambrante madiyilirikkum oru ദിവസം," and avade ninnondu he'll make a request for them as well. One of the qualities of my dad that I couldn't really wrap my head around was his ability to give himself completely to those around him. It went beyond his friends and family
Anyone who asked him for help, he definitely tried to help. It used to bother me that he never expected anything, not even appreciation. And it didn't matter if someone was thankful or not thankful. He just wanted to help them in any way he could. Both my mom and dad were like that. In the Bible, God tells us to love everyone around us. And I guess true love is loving like my dad loved, without expecting anything in return. I just wanted to share a few of the things that I cherished about my dad. He would always take us to church carnivals every single year, and he played all the games too. And sometimes we joked that he was probably going for himself, but he said he was going for us. Whenever we got in trouble, he'd never let us go to sleep without explaining to us why we got in trouble. And I was always difficult about it, because I would always say, no, I don't understand. But he was patient. And he would keep talking to me until I understood why. Every occasion, whether it was Easter, Halloween, we always took part in it. If it was Easter, my dad would always hide eggs around the house. And he was as excited about us finding the eggs as he was putting them there. For Halloween, he would always get us our costumes. And he'd get the scariest ones because he thought they were funny too. Over the last several months, I believe God put it as a burden on my heart to talk to my dad more about Jesus. We talked about what he thought as a real way of going to heaven. He would keep saying that it was through only good deeds that you go to heaven. And I would argue that it wasn't through good deeds only, and you had to believe that Jesus died on the cross for you, and he took your punishment. And that's how you go to heaven, because you believe. And finally, after months of talking to him, he actually said to me, with his mouth, he said that he believes that Jesus took his punishment, and so he would go to heaven too. And I pray that he believed that in his heart as well. As most of you know, we lost our mom more than 6 years ago. And the only reason my sisters and I are able to come to terms with my mom's passing is because we know where she is. And now we know where Daddy is too. Romans 12:15. Rejoice with those who rejoice, weep with those who weep. At a young age, Daddy would talk to us three about the importance of family, helping others, especially the less fortunate, and for us three to always stick together. Daddy had empathy for the less fortunate. I remember Amachi telling us stories about how at a young age he would bring home children who he saw on the street that were hungry and tell them to be fed. I've heard so many stories about how he would just go take the nella from the attic of their family home in Karthikapalli and just fill a whole chock full of it and just give it away to those who need it. When I became a dentist, Daddy told me to always remember to look out for those patients who probably couldn't afford the help that they needed, and that always stuck with me. Daddy would tell us a lot about his mischievous stories from his childhood, but he was pretty strict with us three. But he would always tell others that we were all like friends. I remember once we came home from college, and my friends and I were gonna go to the movies, and I told my dad about it ahead of time, and he agreed, he was totally fine. But then once my friends came to the house, were about to come, he said, "Oh, it's too late."
My friends came. I didn't know what he was going to say, but in front of them, he just said, "How much money do you need for the movies?" That's kind of like how he always was. Another funny story that we always remember about Daddy was for Mother's Day. My sister Sonia and I and a couple of our friends that are here went to a pottery place. My dad called, asked me where I was. I said, "Dad, we're at a pottery place." He said, "Party place?" And I said, "No, Daddy, it's a pottery place." And he said, "E padiratrika." It was probably 5:30 p.m. Daddy always remembered those who helped him in his life. Kunjumon Mama and Tangachayan brought him his first pair of pants. They were Raymond pants. I've heard that story many times. I've heard so many stories, the names Samuel Sar, John Sar, so many names like this of people who have helped him. Daddy was blessed with amazing friends that us three will forever be grateful to and never really be able to fully repay for the love that they gave Daddy. Romans 12:10, love one another with brotherly affection, outdo one another in showing honor. One thing that we three are so proud of Daddy for is his happiness for others' success and achievements. He was obviously happy when we three succeeded or achieved anything, but he was equally happy for any of my cousins, any of his friends' kids, or anyone he just met for what they achieved. He would always tell us that he wanted to see his brothers and sisters do even better than him, and that included his friends as well. He taught us that, to be happy for other successes and to also be disappointed when they were going through struggles as well. This always showed me how important his Christian values were to him. We three will always be proud of this. We love you, Daddy. We three will be okay. You told us to stick together and we will not forget. And we are happy that you are with Mommy now. Next, vote of thanks, Anish Matai, son-in-law of Kunjumon Chai. Good evening, everybody. As I think most people have mentioned prior to me, a gathering of this sort with family and friends would have brought that great joy. So I want to thank each one of you who've come here, taken the time and effort to be a part of this event. Our immense gratitude as a family. We want to thank you for being here. I want to start by thanking Reverend George Anachin, who has been instrumental in helping us through this moment of grief, as well as making sure that when we were taking care of Dad as well, being our support. And as soon as this unfortunate event happened, being there for us, whether it is planning this whole event or taking some hard decisions on our behalf, and he's been instrumental in organizing everything. So I want to take this opportunity to express our immense gratitude as a family to you. Also want to thank each and every Achin who came here this evening and spoke with Father Sirpo Sakriya, Father Shibi Abraham, Reverend Father Eldo, as well as Reverend Shibu Reginald, who've all represented the churches and spoken and shared our condolences. We appreciate you coming here and being a part of this. I also want to thank the entire church family who've been with us through the moment of grief, whether it is organizing this, the choir, just printing out the brochures, making sure this event happens seamlessly, being a part of us in
organizing prayer meetings, being there to guide us, providing us with the emotional support that we need as we go through this moment of grief. So I want to thank each and every one of you from the church family for being there for us. I want to thank each and every one of the speakers who spoke today. I'm sure it was difficult to speak on this occasion, but it is the memories that they've been able to share that have added a different perspective to this evening and have made it all the more memorable. So thank you for speaking. I want to thank the Dignity Group and the Forest Lawn people here who've organized everything, helped us through the whole setup of these arrangements and to make this as pain-free as possible. Dad was always proud of his roots, so I want to thank the entire Malayali Association and Fokana for coming here and speaking and enabling him and recognizing his participation. Last but not the least, I want to thank all of you, family and friends, for coming here from India, Canada, all parts of the US, braving the weather here in Florida as well as the traffic and making it here. Thank you so much for being here. It meant a lot to him, so we want to thank you for being here today. We also would like to solicit your cooperation as well as your prayers to ensure that the funeral service that happens tomorrow at 8 a.m. happens seamlessly. So please do pray with us and be here for us. This vote of thanks would be incomplete if I did not mention the efforts that Jayanti and Biju Uncle have put in on our behalf to make sure that decisions that we had to take, organizing things in Florida, happened as seamlessly as they did. So I want to thank Biju Uncle and Jayanti for being there for us and ensuring that this entire program and Dad's memories could go through. Because of the circumstances, I'm sure each of you would understand that if I have missed out anybody, my deepest apologies. But I just want to mention that each of the messages and calls and emails that we've received have been really vital for us to go through this moment of grief and abide by it as best as we can. In conclusion, I just came across these words which I thought might be poignant and beneficial for this particular occasion. The song has ended, but the memories linger on. Thank you. Thank you, Rajit George, for being the master of ceremony. നമ്മളിന്ന് ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾ അച്ചടക്കത്തോടെ ഈ ശുശ്രൂഷയിലൊക്കെ സംബന്ധിച്ചു. വളരെ സന്തോഷമുണ്ട്. നമ്മൾ പറയും ഒരാളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനവും അദ്ദേഹം കടന്നുപോയി കഴിഞ്ഞ് ഏറ്റവും മാന്യമായ രീതിയിൽ ബഹുമാന്യമായ രീതിയിൽ ഒരു ശവസംസ്കാരം കൊടുക്കുക. അങ്ങനെ ശവസംസ്കാരം കൊടുക്കണമെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെല്ലാം അതുപോലെ സഹകരിച്ച് നിങ്ങളെല്ലാം ഇന്നത്തെ ഈ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. നാളത്തെ ശുശ്രൂഷകളുടെ കാര്യവും നാളെയും സംബന്ധിക്കുന്നവരെല്ലാവരും അതുപോലെ ആയിരിക്കണം എന്ന്. നാളെ 7:30 അവിടെ സെയിൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഇന്ത്യ സൗത്ത് ഫ്ലോറിഡ പ്രാർത്ഥന ആരംഭിക്കും. 8 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. പള്ളിയുടെ അഡ്രസ്സ് അവിടെ ഫ്ലയറിനകത്ത്, മെമ്മോറിയൽ ഫ്ലയറിനകത്ത് പള്ളിയിലോട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട്. 8 മുതൽ 9:30 വരെ കുർബാന, 9:45 മുതൽ 9:45 to 10:45 ഫ്യൂണറൽ സർവീസ് അറ്റ് ദ ചർച്ച്. 10:45 പള്ളിയിൽ നിന്നും ഈ സെമിത്തേരി ഇവിടെ ഉള്ള സെമിത്തേരിയാണ്. ഇതിൻ്റെ സെമിത്തേരി ഇവിടെയോട്ടുള്ള പ്രൊസഷൻ. 11:15 ലാസ്റ്റ് സർവീസ് അറ്റ് ദ സെമിറ്ററി. എല്ലാം 11:30 or 11:45 ആകുമ്പം ഈ ശുശ്രൂഷകളെല്ലാം അവസാനിക്കത്തക്കവണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പള്ളിയിൽ വരുന്ന ആളുകളെല്ലാവരും അച്ചടക്കത്തോടെ ആരാധനയിലും തുടർന്നുള്ള ശുശ്രൂഷയിലും സംബന്ധിക്കണം. പള്ളിയുടെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഫാമിലി മെമ്പേഴ്സ് അന്ത്യചുംബനം കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ ആരും പള്ളിയിൽ നിന്ന് സംസാരിക്കാതെ എല്ലാവരും അവരവരുടെ കാറിൽ പോയി ഇരുന്ന് കാറ്
പ്രൊസഷന് പോരത്തക്കവണ്ണം പള്ളിയിൽ നിന്ന് ഇവിടെ വരെ കുറച്ച് ദൂരമുണ്ട്. ഇവിടെ ഇടമുറിഞ്ഞ് പോകാതെ പോലീസുണ്ട്, എന്നാലും ഇടമുറിഞ്ഞ് പോകാതെ ഈ പ്രൊസഷൻ ഭംഗിയാക്കാനായിട്ട് എല്ലാവരും ഒട്ടും പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഒട്ടും സമയം കളയരുത്, പള്ളിക്കകത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യരുതെന്ന് വീണ്ടും നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ ഇവരുടെ നിയമം അനുസരിച്ച് ഫ്യൂണറൽ ഹോം കാർഡ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പള്ളിയിൽ വെച്ച് തന്നെ കാസ്കറ്റ് ക്ലോസ് ചെയ്യണം. ഇവിടെ സെമിത്തേരി വന്നിട്ട് പിന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞാൽ വീണ്ടും തുറന്ന് കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ഇനിയിപ്പം ശവസംസ്കാരത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുന്നു. ഓൾ ദി ഓൾട്ടർ അസിസ്റ്റൻസ് കം ഫോർവേഡ്. ശുശ്രൂഷയുടെ അവസാനം ശുശ്രൂഷ കഴിയുമ്പം ഗായകസംഘക്കാർ പാട്ട് പാടുന്ന അവസരത്തിൽ വീണ്ടും എല്ലാവർക്കും വന്ന് നമ്മുടെ പ്രിയ സഹോദരൻ്റെ ബോഡി വന്ന് കാണാൻ, ഭൗതിക ശരീരം വന്ന് കാണാനായിട്ടുള്ള അവസരമുണ്ട്. ശുശ്രൂഷയുടെ ഇടയ്ക്ക് ആരും വന്ന് കണ്ടെന്ത് മുന്നോട്ട് വന്നിട്ട് പോകാനിടയാകരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അനാദരവ് ആരും കാണിക്കരുത്. ശുശ്രൂഷ കഴിഞ്ഞ് പാട്ട് പാടുന്ന സമയത്ത് എല്ലാവർക്കും വന്ന് കാണാൻ, ശുശ്രൂഷയിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത്. ഇനിയും അത്രയും നേരം നിൽക്കാനായിട്ട് ആർക്കെങ്കിലും കാലിന് വലിയ അസ്വസ്ഥതയുണ്ടെങ്കിൽ അവർ മാത്രം ഇരിക്കാം, ബാക്കിയുള്ളവരെല്ലാവരും നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. എല്ലാവരോടും വീണ്ടും നന്ദി അറിയിക്കുന്നു. ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വല്ലഭാഗത്തിൽ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനങ്ങൾ സ്തുതി. നാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ
നമസ്കാരം ശോഷം കൈക്കൊണ്ട് ഞങ്ങളോട്. ദൈവമേ നിനക്ക് സ്തുതി. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our debts and sins, as we also forgive our debtors. Lead us not into temptation, but deliver us from the evil one. Thine is the kingdom, the power and the glory, forever and ever. Amen. Hail Mary, full of grace, our Lord is with thee. Blessed art thou among women. Blessed is the fruit of thy womb, our Lord Jesus Christ. O Virgin Saint Mary, Mother of God, pray for us sinners, now and at all times, and at the hour of death. Amen. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ. ആമേൻ. ബാറയ്ക്കുമോർ കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞതായി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞ് യാത്രയായി വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാരാകമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദം അനുഭവിച്ച പിതൃപുത്രപരിശുദ്ധാത്മാവായ നിന്നെ പ്രസന്നതയോടെ അഭിമുഖീകരിക്കുവാനും ഇടയാകണമേ. ഓശോ വബുകൂല സുബാൻ ലവൽ മീൻ. അതാമക്കൾക്കു ദാനം വാഗ്ദത്തം ചെയ്തോന്മശിഹ നിൻ ശരണത്തിൽ നിദ്രിതരാം ഭക്തകരുണമോ താൽക്കാലികമാം വാസത്തെ നടിയാനേ നീക്കിയ മശിഹ കനിവോട് കൈക്കൊള്ളണമിവനെ വിധിയതിലേറ്റരുതേ നാഥ. വെളിവായെല്ലാം കണ്ണാൽ കാണും മശിഹ രാജാവേ, നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുടെ കറ വെളിവാക്കല്ലേ. നിൻ ശരണത്തിൽ നിദ്രിതനാം ദാസനു മശിഹ സ്മൃതി നൽകി നിൻ മഹിമോദയ ദിവസത്തിൽ വലഭാഗത്തായി ചേർക്കേണം. സ്വർഗകവാടം വേദിക്കും പറുദീസിന്ദ കോൽമശിഹ തവ ശരണേ മൃദനാന്ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ. പോവുക സഹജാ കരയരുതേ, നാഥൻ പ്രഭയിൽ പാർപ്പിക്കും വഴി കാണിക്കും പറുദീസിൽ കാവൽ ക്രോബേ മാലാഖ. ലോകത്തീന്നും ലാസകുദാനം നൽകിയ നാദം കബറതിൽ നിന്നു നിന്നെ വിളി ചേറ്റിടും പറുദീസായിൽ. മശിഹാനൃപദേ സൃഷ്ടിപദേ സർവരഹസ്യം കാൺമോനെ നാഥ കൃപയാൽ ഞങ്ങളെ നിൻ ചിറകിൻ മറവിൽ ചേർക്കേണം. നിൻ ശരണത്തിൽ നിൻ കൃപയിൽ നിദ്രിതനാമീ സോദരനെ നിന്നാഗമന പെരുന്നാളിൽ നിൻ കൃപ നേരിട്ടീടേണ ഭാരയ്ക്കുമോ. ബോല ബോല ബറോവൽ റൂഹോ കാദീശോ മെൻ ഓലം വാദാമുൽ പോലം ഉൽവീനാമേ
കൽപ്പനയാൽ വാങ്ങിയൊരാത്മാവങ്ങേയ്ക്കായി വന്ദനവും സ്തുതിയും നൽകും. ബാറഖ്മോർ കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം എവിടെ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ക്രൂരന്മാരായ ശുദ്ധപിശാചുകളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ അദൃശ്യ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസസ്ഥലങ്ങളിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴും എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബ്ഖുലസ്ബാൻ ലുൽമീൻ. നാഥ, നിങ്കലുയർത്തും നെന്നാത്മത്തെ ഹാലേലൂയ. നീയൻ ശരണം, ഞാൻ ലജ്ജിക്കരുതേ ദേവേശ. വൈരികൾ ഡംഭം കാട്ടരുതന്മേൽ ഹാലേലൂയ. ലജ്ജിക്കരുതേ നിന്നാശ്രിതരാരും, ലജ്ജിക്കും ദോഷികൾ വ്യർത്ഥതയാൽ ഹാലേലൂയ. കർത്താവെ, കാട്ടുക നിൻ പാതകളെ, അറിയിക്കണമേ നിൻ ചെറുവഴികൾ. ഹാലേലൂയ. നേരിൽ നയിച്ചെന്നെ പരിശീലിപ്പിക്കുമോ. സർവേശാമശിഹാവിശ്രാന്തിയുമാനന്ദമതും ദാസർക്കരുൾക. മരണം കൈക്കൊണ്ടാനാ നീ പാതാളസ്ഥിതരെ നാശം തീർത്തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താം ജീവോദാനങ്ങൾ വാഗ്നത്തം ചെയ്തോതിയ പോലാശ്വാസമവർക്കു താനേ നൽകാം. ബാറഖ്മോർ, നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവുമില്ല ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ഛായയിൽ നമ്മെ നിർമ്മിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് നമ്മെ മനഞ്ഞുണ്ടാക്കുകയും തൻ്റെ നീതിയിൽ അതിലേക്ക് തന്നെ നമ്മെ തിരിച്ചയക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യുന്ന നിർമ്മിതാവുമായവന് സ്തുതി. തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാളുകളിലും അടിയങ്ങളായസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുൽഹുനിയാവുമോ സോദ്ഹായൂൽമീൻ. ബലവാനും യോദ്ധാവും ഭയങ്കരനും സകലത്തെയും ഭരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ സകലവും ഉണ്ടാക്കുകയും നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. തിരുവിഷ്ടപ്രകാരം തന്നെ ജീവനും അവിടുത്തെ ആംഗ്യത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ, ജീവഘ്രാണവും സകലത്തിൻ്റെയും ശ്വാസവും നീയാകുന്നു. നിന്നിലുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്ന് യാത്രയായി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനിൽ കനിയേണമേ. നിന്റെ ആശ്വാസഭവനങ്ങളിലേക്ക് കടക്കുവോളം നിന്റെ വിശുദ്ധ സേനകളാൽ ഇവന് സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെക്കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാകുകയും ചെയ്യുന്നതായ ആ അവസാന പുനരുദ്ധാന ദിവസത്തിൽ മാലാഖമാർ കാഹളനാദം പുറപ്പെടുവിക്കുകയും റീശമാലാഖമാർ അട്ടഹസിക്കുകയും അഗ്നിമയന്മാരുടെ സകല സംഘങ്ങൾ നിന്റെ ഭയങ്കരതയുടെ പ്രഭാവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ
രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസക്കാരുടെ സിംഹാസനങ്ങൾ നശിച്ചു മാഞ്ഞു മറിഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യയ്ക്ക് അഴിവുണ്ടാകുകയും രാപകൽ ഒടുങ്ങിപ്പോവുകയും സൃഷ്ടി മുഴുവൻ ശൂന്യമായി അവശേഷിക്കുകയും ആകാശമിളകുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും കാർമേഘാവൃതമായി തീരുകയും ചെയ്യുന്ന സമയത്ത് നീ ഭയങ്കരമായ നിലയിൽ ആഗതനാവുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിറയലോടും നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശ സന്താനങ്ങളെല്ലാവരും നിന്നെ എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മ്ലാനവതരാവുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദം എല്ലാ ജഡങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നി ജ്വലിക്കുകയും വാൾമൂർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ സംരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ മനുഷ്യസ്നേഹം മൂലം ഇവനിൽ കരുണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീനകർമ്മങ്ങളെ നീ പരിഗണിക്കരുതേ. ഇവൻ ചെയ്ത പാപങ്ങളെ നീ ഓർമ്മിക്കുകയും അരുതേ. ഭയങ്കരമായ നിന്റെ ന്യായവിധിയിൽ ഇവനെ ശിക്ഷിക്കരുതേ. നിന്റെ കൃപയിൽ നിന്ന് അവൻ നിരോധിക്കപ്പെടുകയും അരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ള കൂട്ടത്തിൽ നിന്ന് ഇവൻ വേർതിരിക്കപ്പെടുവാനിടയാകരുതേ. നിന്റെ കരുണയിൽ ചിറകുപരിച്ച് ഇവനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദിവസത്തിനായി സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും വത്സലന്മാരും നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. മുഖപക്ഷമില്ലാത്തവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കപോലെ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നവനുമായ നീതിയും സത്യവുമുള്ള ന്യായാധിപതിയായുള്ളവേ, ഇവൻ സന്തോഷാനന്ദങ്ങളോടെ നിന്റെ കൂടെ മണവറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയും കൃപയും സ്തുതിച്ച് പാടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധ റൂഹാടും കൂടെ സ്തുതിയോഗ്യമാവുന്നു. ഹോശോ അബ്കുലസ്ബാൻ ലുൽമീൻ. ബാർഖുമോർ, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സ്ഥാനഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം മറിയുമ്പോൾ ആദിത്യനുമമ്പിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാക്ക അന്ത്യാവസ്ഥയിലെത്തുന്നു. പാടെ കബറുകളിളകി പിളരുന്നു. നിര്യാതന്മാരുയരുന്നു. നേരും നീതിയും ഉൾക്കൊള്ളും നിയതവിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു. മുറിയോരായ മേലേനുവാതാറെ ഭാരയ്ക്കുമോർ കർത്താവേ, സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായി നിന്റെ സഹോദരൻ്റെ ആത്മാവിനെ നീ വിമോചകനും പരിഹാരകനുമായിരിക്കണമേ. ഇവൻ്റെ ആയുഷ്കാലത്ത് ഇവൻ ചെയ്തു പോയിട്ടുള്ളതായ സകല പാപങ്ങളും തെറ്റുകളും മ്ലേച്ഛതകളും അനുഗ്രഹസമ്പൂർണമായ നിന്റെ കരുണാസമുദ്രത്തിൽ കഴിവടിപ്പാക്കണമേ. ജീവിതായമാതിൻ്റെ ദൈവത്വത്തിൻ്റെ കൽപ്പനയാലും അംഗീകത്താലും ഇവനെ നാശത്തിൽ നിന്നും നശ്വരതയിൽ നിന്നും ഉദ്ധരിക്കണമേ. മഹനീയമായതിൻ്റെ ശ്രേഷ്ഠതയുടെ കൽപ്പനയാൽ ഇവൻ്റെ ദേഹിയെയും ആത്മാവിനെയും വിശദീകരിക്കണമേ. ഈ നിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ അണച്ചിരിക്കുന്നതായ ധൂപത്താൽ ഇവന് പാപപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷ ഉല്ലാസങ്ങളുടെ സ്ഥലത്ത് ഇവനെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും വിശ്വാസികളായ സകലം മരിച്ചുപോയവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോപകൂല സുബാൻ
രംബീച്ചായതമായ മസിഹായോളം മരണ നീണാളോടി മസിഹായ മരണത്തിനധികാരം ഒഴിവാക്കി പാപത്തിൻ മുന നീക്കി ഘോഷിക്കും എല്ലാ തലമുറയും സ്കീപ്പായിന്മേൽ നേടിയതാം വിജയത്തെ പുനരുദ്ധാനത്തിൽ മാഞ്ഞിടും ഭാവം നീതിപരന്മാരെല്ലാരും മോദിക്കും ദോഷിതരായി ദീപികയാളി ചേട്ടവരത്തും മണവാളനുമായി മണവാറയെ പൂകിടും മസിഹാരാജാവിൻ വരവിങ്കൽ ദൂതവരന്മാ കാഹളമൂതും നേരം കവറുകളും പാറകളും പൊളിയുമുടൻ മൃതരെല്ലാം ഉത്താനം ചെയ്തിടും ദീപികയാളി ചേട്ടവരത്തും മണവാളനുമാ മണവാറയെ പൂകിടുവാൻ ഊതാനദിനേ മൃതജനതേ കുയിരേകി ശോഭനഗാത്രം നൽകും വാശിഹാധന്യൻ ഹേ മൃതികൃതരേ ദ്രുതമേതും ഖേദിക്കേണ്ട ദേഹത്തിൽ നാശത്തിൽ സുന്ദരമായി നിങ്ങളെ നിർമ്മിച്ച ഗാത്രത്തിനുദാനം നൽകി സർവർക്കും പ്രതിദാനം യോഗ്യത പോലരുളിടാം ആർദ്രതമോ ആദാമ്യർക്കുദ്ധാനം നൽകാൻ അന്ത്യദിനെ നീ വന്നിടുമ്പോൾ നിന്നിലുറങ്ങും ദാസൻ നമ്പൊടു നൽകുക ജീവൻ. സ്നേഹിതരേ മൃതിദൂതൻ വന്നെത്തി വേഗം പോവാം നവനെന്നെ ധൃതി കൂട്ടി പരിചിതരെ കണ്ടിടാനവനോ ധനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ ഞാൻ ചെയ്യും നിന്ദൻ പ്രിയരെ വത്സലരെ നോക്കിടും നേൻ ഇഴയെന്നെ വിധി നിലയെ എൻ പാപം ഞാനോർക്കും നിന്നെ അവതേടും സംഭ്രമമിയലും നേൻ അൻപുടയോൻ തൻ വരവിൽ കൃപ ചെയ്യുവാനാർത്തിപ്പീൻ. സോദരരെ മൃതിരചിതം മതകരമാം
ഈ പാനീയം പാർക്കിലവോ ബഹുതിക്തം സുതരതിനാൽ താതനയും ജനനീ ജനകന്മാർ വത്സലസുതരെയും ഓർത്തിടും നിന്നിതിനെ നിയമിച്ചോ വാഴ്വുടയോ മക്കളുടെ പെൺകുയതുപോലെ ഹാലേലുയ്യായോ ഹാലേലുയ്യാ ഭക്തന്മാരിൽ ദൈവാൻ കൃപ ചെയ്യാം. പുല്ലിന് തുല്യം നരനുടെ നാൾകളഹോ ഹാലേലുയ്യായോ ഹാലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ മെൻ ഓലം വാദാമുൽ പോലം മീനാമീൻ മരണമടഞ്ഞോരു ദാസരനിൽ ജീവാസ്വരമതുണർത്തണമേ കബറിനു ധ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയേലായിസോ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയണം നിന്നെ നോക്കും നവരിൽ കാന്തി ഭാഗ്യമോ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു നയവാൻമാർ തൻ മുൻകമ്പിൽ നാദം കേട്ടി ടങ്കിയമീതിരേൽപ്പാന പോയിടുന്നു മുറിയോറാഹെ മേലൈനു ആധാരൻ പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ നിന്നിൽ ശരണത്താ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ അവരവരാഹത്തിൻ ദൈവീ സഹാത്തുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ വന്നവനും വരുവാനും മൃതത്തന്നുയരും സുതനന്നു ശരീര മക്കൾ പാടണമേ. ബാർഖമോർ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ പ്രാർത്ഥനകളും ധൂപ്രാർത്ഥന സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാൽ നിങ്ങൾ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിച്ച് അനുകൂലമാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ കുറ്റമുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ. ആബോബ്രോ റൂഹോ കാദീശോ ഹോശോ വാബുക്കൂല സുബാൻലോൽമേ ആമീൻ. പാർക്കുമോർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകോത്രയും പരിശുദ്ധവാട് സംബന്ധവും ആവാസം നാം ഓരോരുത്തരുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ദാസന്റെ ആത്മാവിന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമീൻ.
ഇനിയിപ്പം ഗായസംഘം പാടുന്ന സമയത്ത് മുന്നോട്ട് വന്ന് എല്ലാവർക്കും കണ്ടിട്ട് പോകാം. കാണുന്നവർ അധികം നേരം ഇവിടെ നിൽക്കാതെ ഉടനെ തന്നെ കണ്ടിട്ട് പോകണമെന്ന് ഓർപ്പിക്കും. ശോഭയേറും ഓർനാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കൊണ്ടുണ്ടക്കരെ യാത്രതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമില്ലല്ലോ നിത്യം സൗഭാഗ്യാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് സ്നേഹമാ സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നി തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്